അസ്സലാമു അലൈക്കും. ഇന്നൊരു ചട്ടിപ്പത്തിരി റെസിപ്പി ആയാലോ? അതിനായി കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചെറുതായി എരിഞ്ഞ മീഡിയം സൈസുള്ള 3 സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളകാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി എരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബീഫ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമ്മൾ തയ്യാറാക്കുന്നത് ചട്ടിപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ദോശകളാണ്. അതിനു വേണ്ടിയുള്ള ബേറ്റർ നമുക്ക് ആദ്യം റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1.5 കപ്പ് വെള്ളം എന്നിവ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ചട്ടിപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ദോശ തയ്യാറാക്കാനുള്ള ബേറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇവിടെ ദോശ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ദോശ തന്നെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചട്ടിപ്പത്തിരിക്ക് എപ്പോഴും കട്ടി കുറഞ്ഞ ദോശയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വളരെ തിന്നായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയുടെ മിക്സ് നമുക്ക് റെഡിയാക്കണം. അതിനുവേണ്ടി നമുക്ക് 3 മുട്ട ഒരു ബൗളിലേക്ക് ഉടച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മൾ ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഓയിൽ പാനിൻ്റെ അടിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ദോശ എടുത്ത് മുട്ടയുടെ മിക്സിൽ നന്നായി മുക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പാനിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബീഫിൻ്റെ ഫില്ലിങ് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ദോശ എടുത്ത് മുട്ടയുടെ മിക്സിൽ നന്നായി മുക്കിയെടുത്ത് ഈ ബീഫ് ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ബീഫിൻ്റെ ഫില്ലിങ് ഇതിലിട്ട് കൊടുക്കുക. ഇനി വീണ്ടും അടുത്ത ദോശ എടുത്ത് അതുപോലെ മുട്ടയുടെ മിക്സിൽ മുക്കി അടുത്ത ലെയറും നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എത്ര ലെയറാണോ വെക്കേണ്ടത് അതുപോലെ 1 by 1 ആയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ലെയറിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു പാന് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 20 to 25 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ അടച്ച് വെക്കുകയാണ്. ഇനി 25 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലും ഓയിൽ നമുക്കൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഇത് അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റാണ് ചട്ടിപ്പത്തിരി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക.